ഈ അവതരണം അവസാനിപ്പിക്കുന്നു. അനിവാര്യമായ വല്ലതുമുണ്ടെങ്കിൽ ഒരല്പസമയം സമയം പ്രചോദിപ്പിക്കൊണ്ട കാര്യമില്ല, അത്യാവശ്യമുള്ള വല്ലതുമുണ്ടെങ്കിൽ ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത ആവശ്യമുള്ളതോ അതിലെന്തെങ്കിലും ഒരു ആശയക്കുഴപ്പമുള്ളതോ നമ്മുടെ നാട്ടിലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയത്തിലോ ഒക്കെ വല്ലതും കൂടുതൽ അറിയാനുണ്ടെങ്കിൽ അവർക്കിത് ചോദിക്കാം. അറിയുമെങ്കിൽ ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരാം. ചോദിച്ച എല്ലാത്തിനും പറയാൻ കഴിയുമെന്നില്ല. അറിയുമെങ്കിൽ കിട്ടുമെങ്കിൽ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാണ്. ഇല്ല കേൾക്കുന്നുണ്ട്, നിങ്ങൾ കൊണ്ടുവന്നാൽ മതി. ഞാൻ ആവർത്തിച്ചോളാം, വേണ്ട വേണ്ട ഞാൻ ആവർത്തിക്കും. ഒന്നുകൂടെ പറയും. അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ പള്ളിയില് എല്ലാ വ്യാഴാഴ്ചയും യഥാസ്ഥാനത്തിന് ശേഷം എത്ര എണ്ണമാണെന്ന് ഓർമ്മയില്ല, സൂറത്ത് ഇഖ്ലാസ് ചൊല്ലിയിട്ട് പിന്നെ സൂറത്ത് ഫലക്കും നാസും ചൊല്ലിയിട്ട് മരിച്ചവർക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞത് സുദീർഘമായ ദ്വായുണ്ട്. അങ്ങനെ ദ്വാ ചെയ്താൽ മരിച്ചവർക്ക് ആ ദ്വായുടെ ഗുണം കിട്ടുമോ എന്നുള്ളതാണ് ഒരു സംശയം. ഇത് ഈ സൂറത്ത് ഇഖ്ലാസ് എത്ര ചൊല്ലുന്നത് എനിക്ക് കണക്കറിയില്ല. ആദ്യമൊക്കെ ദ്വാ ചെയ്യുന്നതിന് മുമ്പായിട്ട് 3 പ്രാവശ്യമാണ് ചൊല്ലി കേട്ടുന്നത്. ഇതിപ്പോ ഒരു 10, 20, 22, 25 പ്രാവശ്യം ചൊല്ലുന്ന മാതിരിയാണ് തോന്നുന്നത്. അറിയില്ല. അത് എന്റെ ഒരു എന്നുള്ളത് എല്ലാവർക്കും വേണ്ടിയും നിർവഹിക്കാവുന്നതും നിർവഹിച്ചാൽ അതിലെ ഗുണമുള്ളതുമാണ്. അത് മരിച്ചവർക്കായാലും ജീവിച്ചിരിക്കുന്നവർക്കായാലും. നമ്മൾ തുടക്കത്തിൽ നമ്മൾ പലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നമ്മൾ അൻവർ മദനിക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്തു. അതേപോലെ ദുആ ചെയ്യാൻ വസീയത്ത് ചെയ്ത എല്ലാവരെയും നമ്മൾ മൊത്തത്തിൽ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. അപ്പൊ പ്രാർത്ഥന അതാണ് ആർക്ക് വേണ്ടി നിർവഹിച്ചാലും റബ്ബ് സ്വീകരിക്കുന്നുവെങ്കിൽ അതിന്റെ ഫലം കിട്ടും. എന്നാൽ ആ ദുആന്റെ മുന്നോടിയായിട്ട് ഒരു 3 ഇഖ്ലാസ് അല്ലെങ്കിൽ ഒരു സൂറത്തുൽ ഫാത്തിഹ, ഒരു അൽഫാത്തിഹ വിളിച്ചുള്ള ദുആ, ഒരു പ്രത്യേക സൂറത്ത് വിളിച്ചുള്ള ദുആ, അങ്ങനത്തെ ഒരു മാതൃക ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അല്ലാഹു റസൂൽ ധാരാളമായി ദുആ ചെയ്തിട്ടുണ്ട്. ദുആയുടെ എല്ലാ മഹത്വം പഠിപ്പിച്ചത് നബിയാണ്. സൂറത്തുൽ ഇഖ്ലാസിന്റെ മഹത്വം പഠിപ്പിച്ചതും നബിയാണ്. മുഅവ്വിദ് ചെയ്തിയുടെ മഹത്വം പഠിപ്പിച്ചത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഫാത്തിഹ മഹത്വം പഠിപ്പിച്ചതും അതേ റസൂലാണ്. പക്ഷേ ജീവിതത്തിൽ എവിടെയെങ്കിലും നബിതങ്ങൾ ഒരു അൽഫാത്തിഹ ഓതി, ഒരു 2-3 സൂറത്ത് ഓതി, ഇന്നൊരു ദുആ ചെയ്തു എന്നൊരു വകുപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അത്തരം ഒരു രീതി ഏതായാലും ഒരു ഇബാദത്തിന്റെ ഭാഗമായി കൊണ്ടുവരാൻ നമുക്ക് അനുവാദമില്ല. അതിന് മനുഷ്യർക്കാരും വേണ്ടില്ല, അല്ലാത്തവർക്കാരും വേണ്ടില്ല, അങ്ങനെ ഒന്നില്ല. എന്നാൽ നമ്മുടെ ഏത് ദുആയിലും എല്ലാവരെയും ഉൾപ്പെടുത്താം. മരിച്ചുപോയവരെയും ജീവിച്ചിരിക്കുന്നവരെയും നമ്മുടെ മാതാപിതാക്കളെയും എല്ലാം നമ്മുടെ എല്ലാ പ്രാർത്ഥനയും ഉൾപ്പെടുത്തേണ്ടതുണ്ട്. വിശ്വാസിയുടെ പ്രാർത്ഥന തന്നെ ഖുർആൻ പഠിപ്പിച്ചത് റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. റബ്ബേ ഞങ്ങൾക്ക് നീ പുറത്തുതാ, ഈമാനിൽ മുൻകടന്നു പോയ ഞങ്ങളുടെ സഹോദരന്മാർക്കും റബ്ബേ നീ പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് വിശ്വാസികൾ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നു. അതുകൊണ്ട് ആ നിലയ്ക്ക് ഒരാളുടെ ഏത് ദുആയിലും എപ്പോഴും എല്ലാവരെയും നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. എന്നല്ലാതെ അവർക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യാഴാഴ്ച അന്ന് പ്രത്യേകം കുറെ എന്തൊക്കെ ഓതി അത് അവർക്ക് ഹദിയ ചെയ്ത് അങ്ങനെയുള്ള ദുആ പഠിപ്പിച്ചിട്ടില്ല. ഇനി ഖുർആൻ ഓതി ഹദിയ ചെയ്താൽ അതിന്റെ പ്രതിഫലം അവർക്കൊട്ട് കിട്ടുകയുമില്ല. കിട്ടുമെന്ന് പറയാൻ തെളിവില്ല. ശാഫി മദ്ഹബ് പ്രകാരം കിട്ടൂലാന്നാണ്. വേറെ ചില മദ്ഹബിൽ ഒറ്റപ്പെട്ട അഭിപ്രായം പറഞ്ഞവരുണ്ട്, അവരെ കിട്ടും. നബവി ഇമാം റഹിമഹുല്ല ശറഹ് മുസ്ലിമിന് പറഞ്ഞത് കിട്ടുമെന്ന് പറയാൻ അവർക്ക് തെളിവില്ല, കിട്ടുകയില്ല എന്ന് പറയാൻ നമുക്ക് തെളിവുണ്ട്. അതുകൊണ്ട് അതാണ് പ്രബലം എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരായത്തും ഒരു ഹദീസും തെളിവായി കൊടുത്തു. ഒന്ന്, ഇൻസാനി ഇല്ലാ മാ സഅ, ഒരു മനുഷ്യന് അവൻ ചെയ്തതല്ലാതെ ഇല്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. 2, ഒരു മനുഷ്യൻ മരിച്ചാൽ 3 കാര്യം ഒഴിച്ച് ബാക്കിയെല്ലാം മുറിഞ്ഞുപോയി. അയാളുടെ സ്വാലിഹായ സന്താനങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അതേപോലെ അവൻ പ്രചരിപ്പിച്ച ജ്ഞാനങ്ങൾ, 3 ജാരിയായ സ്വതക്കകൾ, ഈ 3മല്ലാത്ത ബാക്കിയെല്ലാം ഈ അമലുഹു, അവന്റെ അമലൊക്കെ മുറിഞ്ഞു പോകും എന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇത് നമുക്ക് പിന്നെ കിട്ടുമെന്ന് പറയാൻ വകുപ്പില്ല എന്ന് നബി മുഹമ്മദ് റഹിമഹുല്ല രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഖുർആൻ ഓതിയിട്ടോ നിസ്കരിച്ചിട്ടോ നോമ്പ് വെച്ചിട്ടോ തുറക്ക ചെയ്തിട്ടോ ഇതിനെ കൂലി പഠിച്ചവർക്ക് കൊടുക്കണേ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സിസ്റ്റം ഇല്ല. എല്ലാ സ്വതക്കയിൽ ഞങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടി മക്കളുടെ സ്വതക്ക
അത് അവർക്ക് ഉപകാരപ്പെടും എന്ന് ഹദീസിൽ വന്നു. അത് നമുക്ക് ചെയ്യാം എന്നല്ലാതെ ഖുർആൻ ഓതി ഒരു 10 സ്വലാത്തല്ലി ഒരു 4 ദിക്ർ ചൊല്ലി ഇതിന്റെ കൂലിന്റെ അമ്മ കൊടുക്കണേ, ഇതിന്റെ കൂലിന്റെ വാപ്പ കൊടുക്കണേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മാതൃക പ്രവാചകനിൽ നിന്ന് നമുക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് അത് ചെയ്യാവുന്നതല്ല. അല്ലാഹു അഅലം. നമ്മളെ മരണാനന്തര ജീവിതത്തില് ഖബറടക്കം കഴിഞ്ഞാല് നമ്മളെ ഖബറിന്റെ കാൽഭാഗത്തും തലഭാഗത്തും 2 ചെടിക്കൊമ്പ് കുത്തുന്ന ഒരു പതിവ് കാണുന്നുണ്ട്. അതിന് ഇസ്ലാമികമായിട്ട് വല്ല അടിസ്ഥാന പ്രമാണമുണ്ടോ? ഒന്ന്. അതേപോലെ തന്നെ ഈ ഖബറിന്റെ സൈഡിൽ വെച്ചിട്ട് ഖബറിന്റെ മറമാടൽ നടക്കുന്ന സമയത്ത് ഏതോ ഒരു സൂറത്ത് തബാറക്ക ഉണ്ട്. അത് സൂറത്തിൽ മുൽക്ക് അതിനെ കുറിച്ച് വല്ല അടിസ്ഥാന പ്രമാണം ഉണ്ടോ എന്നുള്ളതാണ് എന്റെ ഖബറിന്റെ അടുത്ത് ചെടി കുത്തുന്ന സമ്പ്രദായം വിശ്വാസമ തങ്ങളുടെ സാധാരണ പതിവല്ല. അത് ജീവിതത്തിൽ ഒരിക്കൽ നബി അത് ചെയ്തിട്ടുമുണ്ട്. അത് ഒരു മയ്യത്ത് മഴപാടിയപ്പോഴല്ല, നബി നടന്നു പോകുമ്പോൾ 2 ഖബറിന് സമീപത്ത് കൂടി കടന്നുപോയി. അപ്പൊ നബി വിശ്വാസമ തങ്ങൾ സഹാബിമാരോട് പറഞ്ഞു, കൂടെയുള്ളവരോട് പറഞ്ഞു, ഈ 2 ഖബറിലുള്ളവർ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. അവർ ശിക്ഷിക്കപ്പെടുന്നത് അവരുടെ കണക്കിൽ ഒരു വലിയ കാര്യത്തിനല്ല, എന്നാൽ അത് വലിയ കാര്യമാകുന്നു. ഒരാൾ മൂത്രമൊഴിച്ചാൽ പരിപൂർണമായി ശുദ്ധി വരുത്താത്തവനായിരുന്നു. രണ്ടാമൻ ജനങ്ങളുടെ നമീമത്തുമായി നടക്കുന്ന മനുഷ്യനായിരുന്നു എന്ന് പറയുകയും വിശ്വാസം ഒരു ഈത്തപ്പനയുടെ മട്ടൽ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞ് അത് 2ആയി പൊളിച്ച് ആ 2 ഖബറിന്റെ മേല് അത് കുത്തുകയും ഇത് രണ്ടും ഉണങ്ങാത്രത്തോളം കാലം ഇവയുടെ തസ്ബീഹ് കൊണ്ട് അവർക്ക് വല്ല ആശ്വാസവും കിട്ടിയേക്കാം എന്ന് പറയുകയും ചെയ്തു എന്ന് ഹദീസിൽ സ്വഹീഹായി വന്നിട്ടുണ്ട്. ഇതാണ് നബി ആ വിഷയത്തിൽ ചെയ്ത ഒരേ ഒരു സംഭവം. ഒരുപാട് മയ്യത്ത് മറമാടിയപ്പോൾ നബിതങ്ങൾ അവിടെ സന്നിഹിതനായിട്ടുണ്ടായിട്ടുണ്ട്. സഹാബിമാർ ധാരാളം മയ്യത്തുകൾ മറമാടിയിട്ടുണ്ട്. അവരാരും അങ്ങനെ ഒരു ഏർപ്പാട് നബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇല്ല അവിടെ ആരും മരിച്ചാലും ഒരു ചെടിയെടുത്ത് കുത്തിയിട്ട് അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. നമുക്കിത് പാടില്ല എന്നോ വിജയത്താണ് എന്നോ പറയാൻ നമുക്ക് കഴിയില്ല. കാരണം ഒരിക്കലാണെങ്കിലും നബി ചെയ്തല്ലോ, ഒരു കേസിലാണെങ്കിലും നബി ചെയ്തു. അതുകൊണ്ടത് പാടില്ലാത്തതാണ്, ചെയ്യാൻ പാടില്ല, വിജയത്താണ് എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. നബിയുടെ സാധാരണ പതിവായി നമുക്ക് ഏതായാലും അത് കാണാൻ സാധിക്കുന്നില്ല. അല്ലാഹു അഅലം. രണ്ടാമതൊന്ന് തബാറക്ക സൂറത്ത്, ഖബറിനെ വെച്ച് തബാറക്ക സൂറത്ത് ഓതുക എന്നത് പിൽക്കാലത്തുണ്ടായി വന്ന ഒരു പുത്തനാചാരമാണ്. ദുർബലമായ ഹദീസിൽ 30 ആയത്തുള്ള ഒരു സൂറത്ത് ഖുർആനിലുണ്ട്. അതിന്റെ ആളുകൾക്ക് വേണ്ടി അത് ശഫാഅത്ത് ചെയ്യും എന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ട് തബാറക്കയുമായി ബന്ധപ്പെട്ട്. അതൊക്കെ ഖബറിൽ പോയി ഓതാനുള്ള ഏർപ്പാടില്ല. അത് ആ ഹദീസ് ഉണ്ടെങ്കിൽ പോലും ആ ഹദീസ് സ്ഥിരപ്പെട്ട സഹിയായ ഹദീസാണ് എന്ന് വന്നാൽ പോലും അതൊരിക്കലും ഖബറിനെ പോയിട്ട് ബാക്കിയുള്ളവരുടെ തബാറക്ക ഓതാനല്ല പറഞ്ഞത്. അതുണ്ടെങ്കിൽ തന്നെ തബാറക്ക സൂറത്ത് ഓതുകയും ജീവിതത്തിൽ പാലിക്കുകയും അതിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ വാഹകരായി ജീവിക്കുകയും ചെയ്യുന്ന ആളെ പറ്റിയാണ് ആ ഹദീസിൽ പോലും പരാമർശമുള്ളത്. അല്ലെങ്കിൽ മറ്റോട്ട് ഖബറിനെ എല്ലാം കൂടി കൂട്ടി തബാറക്ക ഓതിയിട്ട് അതുകൊണ്ട് അയാൾക്ക് ആശ്വാസം കിട്ടും എന്ന് പറയാൻ നമുക്കൊന്നും ഒരു വകുപ്പുമില്ല. അടക്കമ്മളി കാണേണ്ടത് ലഭിതങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് 1000-ലേറെ സഹാബിമാർ വഫാത്തായിട്ടുണ്ട്. നബി വഫാത്താകുമ്പോൾ 1,13,000-ഓ 14,000-ഓ സഹാബിമാർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പ്രബലാഭിപ്രായം. അല്ലാഹു അഅലം. ഏതായിരുന്നാലും അത്രയും സഹാബിമാർക്ക് ജീവിച്ചിട്ട് അവരൊക്കെ കാലഘട്ടത്തിൽ ഒരുപാട് സഹാബിമാരുടെയും താബീങ്ങളെയും മയ്യത്തൊക്കെ മറമാടിയിട്ട് അവരാരും അങ്ങനത്തെ ഒരു രീതി ചെയ്തതായി എവിടെയും അങ്ങനെ രേഖപ്പെട്ട് കിടക്കുന്നില്ല. അതുകൊണ്ട് അവിടെയൊക്കെ ഉള്ളതിൽ നിൽക്കലാണ് പറ്റുന്നത്. ന്യായം പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാവും. ഒരുപാട് ന്യായം നമുക്ക് പറയാൻ പറ്റും. ഇസ്ലാമിക വിഭാഗത്ത് ന്യായം പറഞ്ഞുണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ ആ ചെടിന്റെ തസ്ബീഹ് കിട്ടുന്നു പറഞ്ഞില്ലേ, അപ്പൊ ഖുർആൻ കിട്ടണ്ടേ, അപ്പൊ മറ്റേ കിട്ടണ്ടേ, എന്നാ അവിടെ പോയി തസ്ബീഹ് കിട്ടണ്ടേ. ഇല്ല, ന്യായം പലതും പറയാം. പക്ഷെ ദീനിൽ ന്യായീകരിച്ച് ഒരു വിഭാഗത്ത് ഉണ്ടാക്കാൻ പറ്റില്ല. വിഭാഗത്താണോ അത് വഹ്യ് പ്രകാരം പഠിപ്പിക്കപ്പെടണം. എന്ത് പഠിപ്പിക്കപ്പെട്ടോ അത് ചെയ്യാം. അതിന് വെച്ച് വേറൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. സുബഹി 2, ളുഹർ 4. കുറ്റം പറ എന്താ അങ്ങനെ ളുഹർ 4 സുബഹി 4 കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറ്റൂല. അത് എങ്ങനെ പറഞ്ഞു അങ്ങനെ ചെയ്യാം. സുബഹിന്റെ മുമ്പ് സുന്നത്തുണ്ട്, ശേഷം സുന്നത്തില്ല. മഗ്‌രിബിന് ശേഷം സുന്നത്തുണ്ട്, മുമ്പ് കേൾക്കോട്ടെ എന്ന് നബി പറഞ്ഞത്. അത് ശരിയാവില്ല. സുബഹിക്ക് ശേഷമാണ് 2 റക്അത്ത് എന്ന് തീരുമാനിച്ചാലോ അത് പറ്റില്ല. ഇബാദത്തിന്റെ പ്രത്യേകത അതാണ്. എന്താണോ പഠിപ്പിക്കപ്പെട്ടത് അതേ ചെയ്യാവൂ, അതിനപ്പുറത്തേക്ക് പോയിക്കൂടാ.
മറ്റുള്ള ദുനിയാവിന്റെ കാര്യത്തിൽ ഇടപാടുകൾ, കച്ചവടങ്ങൾ ഏതും ചെയ്യാം. പാടില്ലാത്തത് പ്രത്യേകം പറയും. പാടില്ലാന്ന് പറയും, ബാക്കിയൊക്കെ പറ്റും. ഏത് ഭക്ഷണം കഴിക്കാം, ഏത് ജീവിയെയും തിന്നാം, ഏത് പക്ഷിയെയും തിന്നാം. പാടില്ലാന്ന് പറഞ്ഞ ചിലതുണ്ട്, അത് പറ്റില്ല. ബാക്കിയൊക്കെ പറ്റും. ഇതൊക്കെ പാടുണ്ടെന്ന് പറയാം, പാടില്ലാത്തേ പറയുന്നു. പാടില്ലാത്തെന്ന് പറയുന്നു. അപ്പൊ റാഞ്ചി എടുക്കുന്നത്, വലിയ നീണ്ട കൊക്കുള്ളത്, ചാടി വീഴുന്നത്, ചേട്ട കൊണ്ട് ഇര പിടിക്കുന്നത്, അതൊന്നും പാടില്ല. അപ്പൊ ആ വകുപ്പൊന്നും പറ്റില്ല. അല്ലാത്തൊക്കെ പറ്റും, അല്ലാത്തൊക്കെ പറ്റും എന്നതുപോലെ അല്ല ഇബാദത്ത്. ഇബാദത്ത് പാടുള്ളതാണ് പറയാം. ഇന്നലെ നിങ്ങൾ ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞാൽ അത് ചെയ്യാം. ചെയ്യാൻ പറ്റാത്തത് അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുക. ചെയ്യേണ്ടത് പറഞ്ഞാലും അത് ചെയ്യുക. ഇടപാടുകളിൽ ചെയ്യാൻ പറ്റാത്തത് പറഞ്ഞാലും അത് ഒഴിവാക്കുക. അതാണ് ഇതിന്റെ അടിസ്ഥാനം. ഇന്നല്ലാഹ വമലായികത്തുഹു യുസല്ലൂന അലൽ ഹമായിമി എന്ന ഫതഹുൽ മുഈനിൽ ഒരു ഹദീസ് ഉണ്ട്. ഈ തലകെട്ട് കെട്ടുന്നവരെ പറ്റിയിട്ട് അങ്ങനെ ഒരു ഹദീസ് ഉണ്ടെന്ന് പറയാം. അതിൽ വല്ല അടിസ്ഥാനമുണ്ടോ? അങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ? തലകെട്ടിൽ സുന്നത്തുണ്ടോ? അതുപോലെ തന്നെ മറ്റൊരു ഹദീസ് ഉണ്ട് പോലും, ഈ അവരെ തലകെട്ട് കെട്ടാത്തവരെ സാക്ഷിയായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം തലകെട്ട് കെട്ടൽ സുന്നത്തുണ്ടോ അതല്ല വിദ്യാഭ്യാസമാണോ എന്നുള്ളതാണ് ഹദീസ്. പിൽക്കാലത്ത് വ്യാജമായി നിർമ്മിച്ച് പ്രചരിപ്പിച്ച 7 or 8 ഹദീസുകൾ തരീഖത്ത് വിഷയത്തിലുണ്ട്. അതിൽപ്പെട്ട ഒരു ഹദീസാണ് ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലാ സാഹിബിൽ അമാഇം എന്നാണ്. തരീഖത്തുള്ള ആളുകൾക്ക് വേണ്ടി അള്ളാഹും മലക്കളും സ്വലാത്ത് ചൊല്ലും എന്നാണ് അർത്ഥം. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഏതോ തരീഖത്തിലുണ്ടാക്കിയതാണല്ലോ. അങ്ങനത്തെ കുറെ ഹദീസ് പിൽക്കാലത്ത് വ്യാജമായി നിർമ്മിച്ച് പ്രചരിപ്പിച്ചതാണ് നബിയുടെ പേര്. അതേപോലെ സലാത്തിന്റെ അമാമ ഖൈറുൻ മിൻ അൽഫി സലാത്തിൻ ബിലാ അമാമ. തലപ്പാവുള്ള ഒരു നമസ്കാരം തലപ്പാവില്ലാത്ത 1000 നമസ്കാരത്തേക്കാൾ പുണ്യമാകുന്നു. ജുമുഅത്തിന്റെ അമാമ ഖൈറുൻ മിൻ 70 അൽഫി ജുമുഅത്തിൻ ബിലാ അമാമ. തലപ്പാവുള്ള ഒരു ജുമുഅ തലപ്പാവില്ലാത്ത 70,000 ജുമുഅയേക്കാൾ പുണ്യമാകുന്നു. അൽ ഫർഖു ബൈനൽ മുസ്ലിം വൽ കാഫിർ അൽ അമാമത്തു ഫൗഖൽ ഖലൻസുവ. മുസ്ലിമും കാഫിറും തമ്മിലുള്ള വ്യത്യാസം തൊപ്പിയിട്ട് അതിന്റെ മേലെ കെട്ടലാണ്. കാഫിർ തൊപ്പില്ലാതെ കിട്ടും, മുസ്ലിം തൊപ്പിച്ചത് മേലെ കിട്ടലാണ്. അതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. ഇതൊക്കെ പിൽക്കാട്ട് ഏതോ ചില കച്ചവടക്കാരോ ഏതോ ചില തരീഖത്തിന്റെ കമ്പനിക്കാരോ ഒക്കെ ഉണ്ടാക്കി വിട്ട കഥയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടില്ല. ഹദീസ് കിതാബുകളിൽ അത് സ്ഥാനം പിടിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ അതൊക്കെ നിർമ്മിതങ്ങളാണ് എന്ന് വിശദീകരിച്ചിട്ടുമുണ്ട്. ഫത്ഹുൽ മുഈനിൽ അതില്ല എന്റെ ഓർമ്മ. ഫത്ഹുൽ മുഈനിൽ ചില ആളുകൾ പിൽക്കാലത്ത് ചില ശറഹ് എന്ന പേരിൽ എഴുതി കൊടുത്തത് അടക്കമാണ് ഇപ്പൊ ചില ഫത്ഹുൽ മുഈൻ ഇറങ്ങുന്നത്. നമ്മ വൈനത്തുകാരൻ ബാബ മുസ്താദ് അങ്ങനെ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ട്. തലക്കെട്ട് സമയത്ത് പറയുന്നുണ്ട്. അതിൽ എന്റെ ഓർമ്മപ്രകാരം അള്ളാഹു കൃത്യമായി ഇപ്പൊ മനസ്സിൽ കിട്ടുന്നില്ല. എന്റെ ഓർമ്മപ്രകാരം ഫത്ഹുൽ മുഈന് വൈനത്തുൽ ബാബ മുസ്താദ് ഒരു ചെറിയ ഒരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. അതും കൂടി വെച്ചിട്ടാണ് ഇപ്പൊ സീസപ്പൊക്കെ ഫത്ഹുൽ മുഈനൊക്കെ പുറത്തിറക്കുന്നത്. അപ്പൊ അത് നമ്മൾ വാങ്ങുമ്പോൾ രണ്ടായിട്ട് കിട്ടില്ല. ഫത്ഹുൽ മുഈൻ തന്നെ ഇങ്ങനെ വായിക്കുമ്പോൾ അവിടെ തന്നെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ചെറുതാക്കി ചെൽച്ചും കളിച്ചൊക്കെ ഉള്ള ചില എഴുത്തുകൾ കാണും. അത് ഈ അടിക്കുറിപ്പുകളെ പോലെ അതിൽ വന്നതാണ്. അതിലാണ് ഇത്തരം കുറെ റിപ്പോർട്ടുള്ളത്. ഞാൻ ടെക്സ്റ്റിൽ ഇതിൽപ്പെട്ട ഏതെങ്കിലും ഉണ്ടോ ഇല്ല അള്ളാഹു നമുക്ക് കൃത്യമായി ഓർമ്മയിലില്ല. വായിച്ചിടത്തോളം എന്റെ മനസ്സിലുള്ളത് അങ്ങനെയാണ്. ഏതെങ്കിലും യുഗം ഉണ്ടായാലും ശരി അത് നബി പറഞ്ഞതായ സ്വഹിയായ പരമ്പര ഉദ്ധരിക്കപ്പെട്ട ഒന്നല്ല. വ്യാജമായി പിൽക്കാലത്ത് നിർമ്മിക്കപ്പെട്ടു വന്ന മൗലൂആയ നിർമ്മിതമായ റിപ്പോർട്ടുകളാണത്. എന്നാൽ അള്ളാഹു റസൂൽ തലപ്പാവ് ധരിച്ചിട്ടില്ലേ? ഉണ്ട്. നബി തലപ്പാവ് ധരിച്ചിട്ടുണ്ട്. സഹാബിമാർ ചിലരൊക്കെ തലപ്പാവ് ധരിച്ചവരാണ്. മക്കത്തെ മുസ്ലിമീങ്ങളും തലപ്പാവ് ധരിച്ചവരാണ്. അബൂജഹലും തലീകത്തുണ്ടായിട്ടുണ്ട്. അബൂലഹബും തലീകത്ത് കെട്ടിയവരാണ്, താടി വളർത്തിയവരാണ്. അപ്പൊ അവർ ഇസ്ലാമിന്റെ ഒരു വേഷം എന്ന നിലയ്ക്ക് നബി പ്രത്യേകം അതിനൊരു അധ്യാപനം നൽകിയിട്ടില്ല. അറബികളുടെ വേഷം എന്ന നിലയ്ക്ക് അവരൊക്കെ സ്വീകരിച്ചു പോയി. ഇന്നും അറബികൾ അങ്ങനത്തിനാണ്. ദീനുള്ളവരും ദീനില്ലാത്തവരും ഏതാണെങ്കിലും അറബികളുടെ വേഷം അതാണ്. എന്ന പോലെ അവർ അന്ന് അവരുടെ നാട്ടിലെ വേഷമായി അവർ സ്വീകരിച്ചു. ഒരു നീളക്കുപ്പായിട്ടു,
അതേപോലെ തലയിൽ ഒരു മുണ്ടിട്ടു. അവർ ചിലതൊക്കെ ഈത്തപ്പന നാട് കൊണ്ട് ഇങ്ങനെ കെട്ടിയിരുന്നു. ചില ഒരു മരുഭൂമിയിലാണ്, ഒട്ടകപ്പുറത്താണ് പോവുക. അപ്പൊ കാറ്റില് ഇതൊക്കെ പാടിപ്പോകും. അത് ഒഴിവാക്കാൻ ഈത്തപ്പന നാടോട് ഒരു കിട്ടും. അതാണ് ഇപ്പൊ ഇന്ന് റെഡിമെയ്ഡ് ഒരു വട്ടക്കായി വന്നത്. പിന്നെ ഇപ്പൊ അറബിയാവ് പിന്നെ വട്ടുണ്ടല്ലോ, അതിന്റെ ഒരു പരിഷ്കരിച്ച പതിപ്പാണ്. ഇങ്ങനെ വന്നതല്ലാതെ തലപ്പാടിന്റെ മഹത്വം പറഞ്ഞുകൊണ്ടോ തലമറക്കുന്ന മഹത്വം പറഞ്ഞുകൊണ്ടോ സ്വഹിയായ ഹദീസ് ആ വിഷയത്തിൽ അങ്ങനെ വന്നിട്ടില്ല. അത് സ്വഹിയായി ഉദ്ധരിക്കപ്പെട്ടിട്ടുമില്ല. എന്നാൽ ആ വേഷം പറ്റില്ലേ? തീർച്ചയായും പറ്റും. അനുവദനീയമായ വേഷമാണ്. പുതുടിക്കാം, കുപ്പായമിടാം, പാന്റ് ഇടാം എന്നതുപോലെ ഒരാൾക്ക് തലയും മറക്കാം. അത് വിദഅത്തല്ല, അത് ഹറാമല്ല, അത് കറാഹത്തല്ല, ഹലാലായ ജായിസായ അനുവദനീയമായ ഒരു വേഷമാണ്. ഇനി ഒരാൾ നബിയോടുള്ള അതിയായ സ്നേഹത്താൽ ഒരാള് ഗോതമ്പങ്ങൾക്കാൻ തീരുമാനിച്ചു, അരി നിർത്തി. കാരണം എന്താ? എന്റെ റസൂലിൽ കഴിച്ചത് ഗോതമ്പാണ്, എനിക്ക് ആ ഗോതമ്പം മതി. ഒട്ടകപ്പുറത്ത് പോയി, എന്റെ നബി പോയത് ഒട്ടകപ്പുറത്താണ്, അവിടെ എനിക്കത് മതി. ഓന് ചെറിയ ഒരു ഓലപ്പന ഉണ്ടാക്കി, എന്റെ നബിന്റെ വീട് അത്രയേ ഉള്ളൂ, എനിക്കത് മതി. ആ കൂട്ടത്തിൽ എന്റെ നബിന്റെ വേഷം ഇതാണ്, ഞാനത് സ്വീകരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ സ്നേഹം പ്രോത്സാഹനജനകമാണ്. അതുകൊണ്ട് ഇതൊക്കെ സുന്നത്താവോ? ഇല്ല. ഒട്ടകപ്പാലിതൊക്കെ സുന്നത്താവോ? ഗോതമ്പ് നിർത്തുന്നത് സുന്നത്താവോ? നിങ്ങളൊക്കെ പഴയ സുന്നത്താവോ? ഇല്ല. പക്ഷെ ആത്മാർത്ഥമായ അവന് സ്നേഹമാണ് അതിനുള്ള പ്രചോദനമെങ്കിൽ ആ സ്നേഹം പ്രശംസനീയമാണ്, അതിന് മഹത്വമുണ്ട്. അവിടെ ദീനിന്റെ കാര്യം പുതിയ സുന്നത്തായിട്ട് മാറുകയില്ല. അവന്റെ സ്നേഹത്തിന് പറ്റുന്ന സാഹചര്യങ്ങൾ നബി നടന്ന പോലെ നടന്നവരുണ്ട്, നബി ഇരുന്നത് പോലെ ഇരിക്കാൻ ശ്രമിച്ചവരുണ്ട്. നടന്നു പോകുമ്പോൾ സ്ഥലത്തും തിരിച്ചു. ഇതിനുള്ള എന്തിനാണ് തിരിക്കുന്നത്? പണ്ട് ഞാൻ നബിന്റെ കൂടി പോയപ്പോ ഇവിടെ നബിനോട് തിരിച്ചിരുന്നു. അതുവരെ നോട്ട് ചെയ്ത് പിൻപറ്റിയ സഹാബിമാരുണ്ട്. അത് അവരുടെ സ്നേഹത്തിന്റെ ആധിക്യമാണ്. അങ്ങനത്തെ സ്നേഹം കൂടി താടിക നീട്ടി വളർത്തി, ഓന് വെള്ളവസ്ത്രം ധരിച്ച്, ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്ത്, ഒട്ടകപ്പാല് കുടിച്ച്, ഗോതമ്പ് മാത്രം തിന്ന് ഒരു ചെറ്റപ്പനിൽ പോയി കിടന്നുറങ്ങി, അങ്ങനെയൊക്കെ അള്ളാഹു റസൂലിനെ അതിന് കൂടി ഓൻ പിൻപറ്റുകയാണെങ്കിൽ അതിൽ പിൻപറ്റാൻ നമ്മോട് പറഞ്ഞിട്ടില്ല. അത് ദുനിയാവിന്റെ കാര്യമാണ്, ദീനിന്റെ വിഷയമല്ല. ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മോട് അങ്ങനെ നബിയെ പിൻപറ്റാൻ പറഞ്ഞിട്ടില്ല. അത് ദീനിന്റെ വിഷയത്തിനെ പിൻപറ്റാൻ നമ്മോട് പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ആ ദുനിയാവിന്റെ കാര്യത്തിൽ പോലും അയാൾ നബിയെ പിൻപറ്റുന്നതെങ്കിൽ അയാളുടെ ആ സ്നേഹവും ആ മനസ്സും അത് ഉൾക്കൊള്ളേണ്ടതാണ്, അത് മഹത്വമാണ്. അതുകൊണ്ട് ദീനിൽ അതൊക്കെ സുന്നത്താവുക വെച്ചാൽ സുന്നത്താവുക ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു സ്നേഹത്തിനെത്തും, ആ സ്നേഹത്തിന് കൂടിട്ടും സംശയമില്ല. ഇല്ല, റസൂൽ ചെയ്ത എല്ലാം സുന്നത്താകില്ല. റസൂൽ ചെയ്ത ചെയ്തികൾ 3 രൂപത്തിലാണ്. അത് തർക്കമില്ലാത്ത വിഷയമാണ്, സുന്നത്തായ വിഷയമൊന്നല്ല. റസൂൽ ഹദീസും റസൂലുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ അഫ്ആലുർ റസൂൽ, റസൂലിന്റെ പ്രവർത്തനങ്ങൾ എന്നൊരു ഭാഗമുണ്ട്. അത് മൊത്തത്തിൽ 3 രൂപത്തിലാണ് വരിക. ഒന്ന്, നബി സ്വല്ലല്ലാഹു തങ്ങൾ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ചെയ്ത കാര്യങ്ങൾ, നബി എന്ന നിലയ്ക്കല്ല, ദീനിന്റെ ഭാഗമായിട്ടല്ല, മാനസികമായി ചെയ്ത കാര്യങ്ങൾ. അതിൽ നമ്മോട് നബിയെ പിൻപറ്റാൻ കൽപ്പനയില്ല. ഭക്ഷണം കഴിച്ചത്, വെള്ളം കുടിച്ചത്, നബി നടന്നത്, നബി മുടി വെട്ടിയത്, നബി കുപ്പായമിട്ടത്, നബി ചെരുപ്പിട്ടത്, നബിയുടെ യാത്രകൾ, ഇങ്ങനെ തുടങ്ങി ഒരു മാനസികമായി ചെയ്യുന്ന കാര്യങ്ങൾ, അതിൽ നമ്മോട് കൽപ്പന ഇല്ല. രണ്ടാമത്, ദീനിന്റെ ഭാഗമായി തന്നെ നബി ചെയ്തത്, പക്ഷെ നബിക്ക് മാത്രമാണ് എന്ന് പ്രത്യേകം തെളിവുള്ളത്. ഉദാഹരണമായി വിസ്വാൽ നോമ്പ് എന്ന് പറയും. 24 മണിക്കൂർ ഒന്നാകെ നോമ്പ് വയ്ക്കാം. മഗ്‌രിബിൽ നോമ്പ് തുറക്കാതെ, അത്താഴം കഴിക്കാതെ, ഇന്ന് സുബഹിക്ക് തുടങ്ങിയാൽ നാളെ സുബഹി വരെ നോമ്പ് നോക്കാം. വിശ്വാസമാറ്റങ്ങൾ അങ്ങനെ നോക്കാറുണ്ട്. 1 ദിവസം, 2 ദിവസം, 3 ദിവസം വരെയൊക്കെ നബി അങ്ങനെ നോക്കിയിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞു വിസ്വാൽ നോമ്പ് പാടില്ല. അപ്പൊ ചോദിച്ചത്, നിങ്ങൾ നോക്കുന്നുണ്ടല്ലോ, ഞാൻ നിങ്ങളെപ്പോലെയല്ല, ഞാൻ നിങ്ങളെപ്പോലെയല്ല. ഇന്നി അബീതു യുത്ഇമുനി റബ്ബി വയസ്കീൻ, എന്റെ റബ്ബെനിക്ക് ഭക്ഷണപാനീയം നൽകുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങളെപ്പോലല്ല. അപ്പൊ നബിക്ക് മാത്രം അനുവദിക്കപ്പെട്ടതാണ് അത്, ഉമ്മത്തിനത് പാടില്ല. നബിക്കിന് കൂലിട്ടൂലെ? കൂലി കിട്ടും. എന്നാൽ നമുക്കും വേണ്ടേ? ഇല്ല. അത് ഇബാദത്തിന്റെ ഭാഗമാണ്, ദീനിന്റെ ഭാഗമാണ്, പക്ഷെ നബിക്ക് മാത്രമാണ്, നമുക്കത് പാടില്ല, അത് പിൻപറ്റാൻ പറ്റില്ല. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്, ദീനിന്റെ ഭാഗമായി
നമുക്കെല്ലാം മാതൃകയായി നബി തങ്ങൾ പറഞ്ഞതും ചെയ്തതും അംഗീകരിച്ചതുമായ ദീനിന്റെ മൊത്തം വിഷയങ്ങൾ. അതിനാണ് നമ്മോട് നബിയെ അക്ഷരം പ്രതി പിൻപറ്റാൻ പറഞ്ഞത്. അല്ലാതെ നബി ഒട്ടകപ്പുറത്ത് പോയി നമ്മൾ ഒട്ടകപ്പുറത്ത് പോകാൻ സുന്നത്താണ് ഇല്ല. നബി നീളക്കുപ്പായിട്ടു നമ്മൾ നീളക്കുപ്പായ സുന്നത്താണ് ഇല്ല. നബി കറുത്ത തലയിട്ടിട്ടുണ്ട് അവിടെ കറുപ്പ് സുന്നത്താണ് ഇല്ല. അത് മാനസികമായി ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നബി ചെയ്യുന്ന കുടുംബത്തിലെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, നാട്ടിലെ കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും. ഇനി അതിൽ ഒരു പ്രത്യേകം മര്യാദ പഠിപ്പിച്ചുവോ അത് വേണം. ഭക്ഷണം കഴിക്കാൻ നബി മനുഷ്യൻ നിലയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുന്ന സമയത്താണോ വെച്ചാലോ അല്ല. എന്നാൽ കഴിക്കുമ്പോൾ പഠിപ്പിച്ച മര്യാദ ഉണ്ട്. മരിച്ച കൈയോട് കഴിക്കണം, വിസ്മി ചെല്ലണം, അഴപ്പ് ഇരുന്ന് കഴിക്കണം തുടങ്ങിയ മര്യാദകൾ നബി വളരെ പ്രത്യേകം എടുത്തു പറഞ്ഞു. അപ്പൊ ചെയ്യണം. വസ്ത്രം ധരിക്കൽ നബി മാനസികമായി ചെയ്തതാണ്. അവിടുത്തെ മടക്കൽ നിർബന്ധമാണ്. അതിനപ്പുറത്തുള്ള വേഷങ്ങളോ നിർബന്ധം. എന്നാൽ കുപ്പായ മുടുമ്പോ വലത്തേ കൈ ആദ്യം ഇടണം, അത് സുന്നത്ത. എന്തുകൊണ്ട്? അത് പ്രത്യേകം പറഞ്ഞു. അങ്ങനെ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ടോ? ഭക്ഷണത്തില്, വസ്ത്രത്തില്, വേഷത്തില്, സംസാരത്തില് എല്ലാം നബി തങ്ങൾ പഠിപ്പിച്ച പ്രത്യേകം മാർഗനിർദ്ദേശമുണ്ടോ? അത് ചെയ്യാം. നബി പ്രവർത്തിച്ചു എന്നുകൊണ്ട് മാത്രം ഒരു കാര്യം നമുക്ക് അങ്ങനെ തന്നെ മാതൃകയാണ് എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ ഇബാദത്തിന്റെ ഭാഗമായി നബിക്ക് മാത്രം എന്ന് തെളിവൊന്നുമില്ലാതെ നബി ചെയ്ത എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നമുക്ക് ചെയ്യാം. അതിൽ തന്നെ നബിക്ക് മാത്രം എന്ന് വേറെ തെളിവുണ്ടെങ്കിൽ അത് നബിക്ക് മാത്രമാണ് താനും. അത് നമുക്ക് മാതൃകയാക്കാൻ പാടുമില്ല. അല്ലാഹുവേ നമുക്ക് മതാനുചാരപ്രകാരം തന്നെ അനുഷ്ഠാനപ്രകാരം തന്നെ ഹജ്ജിന് നമ്മൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും തയ്യാറെടുത്തുള്ള എല്ലാ കഴിവും തുടങ്ങിയ ഒരു പിതാവ്, ആ പിതാവ് ഹജ്ജ് ചെയ്യാതെ ആ കർമ്മം നിർവഹിക്കാതെ ആൾ മരണപ്പെട്ടു. അതിനുശേഷം മകനായിട്ടുള്ള ഞാൻ ഹജ്ജിന് പോയി, എന്റെ ഹജ്ജ് നിർവഹിച്ചു. പിന്നീട് മരണപ്പെട്ട ബാപ്പാക്കോ ഉമ്മാക്കോ വേണ്ടി ഹജ്ജ് എനിക്ക് നിർബന്ധമായി വരുന്നുണ്ടോ? ആ ഹജ്ജ് ഏത് തരത്തിലായിരിക്കും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാകും? ഹജ്ജ് ബാധ്യതയായ പിതാവ് ഹജ്ജ് നിർവഹിക്കാനും മരിച്ചുപോയി. ആ ഹജ്ജ് നിർവഹിക്കാൻ മകന് നിർബന്ധമില്ല, ബാധ്യതയില്ല. ആ മകൻ നിർവഹിച്ചാൽ പിതാവിന്റെ ആ ബാധ്യത കൂടുകയും ചെയ്യും. മകൻ നിർബന്ധമില്ല, വസിയത്തുണ്ടെങ്കിൽ നിർബന്ധമാകും. അപ്പൊ വസിയത്ത് ചെയ്തു, നീ എനിക്ക് വേണ്ടി ഹജ്ജ് നിർവഹിക്കണം എന്ന് വസിയത്ത് ചെയ്താൽ അവന് ബാധ്യതയുണ്ട്, വസിയത്ത് നടപ്പാക്കൽ. അതില്ലെങ്കിൽ അവന് പാപ്പനോട് കാണിക്കുന്ന ഒരു അവന്റെ ബാധ്യതയുടെ ഭാഗമായി, അവന്റെ ഒരു കാരുണ്യത്തിന്റെ ഭാഗമായി അവൻ അത് നിർവഹിക്കുന്നുവെങ്കിൽ അത് വാപ്പാന്റെ കടമാണ്. ആ കടം അവന് വേണമെങ്കിൽ ഏറ്റെടുത്ത് അബ്ബുമായുള്ള ആ ബാധ്യത അവന് തീർക്കാം. അവനത് നിർബന്ധമില്ല. അവൻ ചെയ്യുന്നതെങ്കിൽ സ്വീകാര്യമാണ്. പക്ഷേ ഈ വാപ്പാക്ക് വേണ്ടി ചെയ്യാൻ പോണ മനുഷ്യൻ, ആ മകൻ, അവൻ സ്വന്തത്തിന് വേണ്ടി ഹജ്ജ് ആദ്യം നിർവഹിച്ചവനായിരിക്കണം. പോണ ആള് അവനാന്റെ ഹജ്ജ് ചെയ്ത ഒരാളായിരിക്കണം. ഹജ്ജിന് പോകാത്തൊരു മോനെ ഇത് പറഞ്ഞേക്കാൻ പറ്റില്ല. ഹജ്ജിന് ആദ്യം പോയി സ്വന്തം നിർബന്ധമുള്ള ഹജ്ജ് നിർവഹിച്ചു വന്ന ഒരാളാണ് പിന്നെ മറ്റൊരാൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്യേണ്ടത്. അത് വ്യക്തമായി ഹദീസിൽ അങ്ങനെ തന്നെ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളുമാണ്. നബിയോടൊന്ന് ചോദിച്ചു ഇതേ വിഷയം. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, എന്റെ വാപ്പ കടമുണ്ടെങ്കിൽ നീ വൃത്തിയാക്കി വിടൂലേ? അത് വിടും. എങ്കിൽ ഫദൈനുല്ലാഹി അഹഖു അൻ യുഖ്ളാ, അള്ളാഹ്ക്കുള്ള കടമാണ് വീട്ടാൻ ഏറ്റവും അർഹതപ്പെട്ടത് എന്ന് നബി പറഞ്ഞു എന്ന ഹദീസിൽ വ്യക്തമായി വന്നിട്ടുണ്ട്. അപ്പൊ ചെയ്താൽ പാപ്പാന്റെ ബാധ്യത തീരും, എന്ന പ്രതിഫലവും കിട്ടും. എന്നാൽ ചെയ്തില്ലെങ്കിൽ അതിന് ആ മകൻ കുറ്റക്കാരനല്ല, അവന് ബാധ്യതയില്ല. പാപ്പ വസിയത്ത് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആ വസിയത്ത് അവൻ നടപ്പാക്കാൻ അവന് സൗകര്യം സാഹചര്യം ഉണ്ടെങ്കിൽ അവൻ ആ വസിയത്ത് നടപ്പാക്കാൻ ബാധ്യസ്ഥനുമാണ്. ഇല്ല, അത് പറ്റില്ല. അവനാണ് ചപ്പം നിർവഹിക്കണം. സ്വന്തം ഹജ്ജ് നിർവഹിച്ച ഒരാൾക്ക് മറ്റൊരാൾക്ക് വേണ്ടി നിർവഹിക്കാൻ അനുവാദമുള്ളൂ. അവിടെ ഈ വിഷയത്തിൽ ഇബാദത്ത് നമ്മൾ രണ്ടാക്കി തിരിക്കാം. ഒന്ന് ശരീരം കൊണ്ട് മാത്രം ചെയ്യുന്ന ഇബാദത്തുകൾ, മറ്റൊന്ന് സാമ്പത്തികമായി മാത്രമുള്ളത്, മൂന്നാമതൊന്ന് ശരീരവും സമ്പത്തും ഇടപെടുന്നത്. അതിൽ സമ്പത്ത് കൊണ്ടുള്ളത് അത് ആർക്ക് വേണ്ടിയും പകരം നിൽക്കാം. ഉദാഹരണം സക്കാത്ത് കൊടുക്കൽ. ഭാര്യ അവൾ സക്കാത്ത് കൊടുക്കാൻ ബാധ്യതയാണ്. എങ്കിൽ ഓള സക്കാത്ത് ഭർത്താവ് കൊടുത്തു, നമുക്ക് സ്വത്തുണ്ട്, കൊടുക്കാൻ കഴിയും. ഓള സക്കാത്ത് ഭർത്താവ് കൊടുത്തു, ഭർത്താവിന് സ്വത്തുണ്ട്, സക്കാത്ത് വീടിലേക്കാലോ വീടും. അത് സാമ്പത്തികമായി ഇടപെടുന്ന ഒരു മേഖലയാണ്. അവിടെ മറ്റൊരാൾക്ക് പങ്കുചേരാം. ശാരീരികമായി മാത്രമുള്ള ഇബാദത്തുകൾ, അതിൽ അങ്ങനെ പങ്കുചേരാൻ അനുവാദം. ഇപ്പൊ നിസ്കാരം, ഒരാൾ നിസ്കരിച്ചില്ല, അത് കുഴപ്പമില്ല, എനിക്ക് വേണ്ടി ഞാൻ നിസ്കരിച്ചോളാം എന്ന് പറഞ്ഞു, അത് പറ്റില്ല. അത് അവൻ തന്നെ ചെയ്യേണ്ടതാണ്. ഹജ്ജിൽ രണ്ടും സംഗമിക്കുന്നു. ശരീരവുമുണ്ട്,
സമ്പത്തുമുണ്ട്, രണ്ടും സംഗമിക്കുന്നു. അപ്പോൾ ജീവിതകാലത്ത് തന്നെ വേണമെങ്കിൽ ഒരാൾക്ക് അവന്റെ ചെലവിൽ ഒരാളെ ഏർപ്പാടാക്കാം. ജീവിച്ചിരിപ്പുണ്ട്, അവന് കടമയുണ്ട്, അവന് വേണമെങ്കിൽ പൈസയൊക്കെ മുടക്കി ഒരാളെ പറഞ്ഞയക്കാം. ഞാൻ ഹജ്ജിന് പോയിട്ട് പകരം നീ പോയി ഹജ്ജ് ചെയ്ത് വരണം എന്ന് പറഞ്ഞ് ഈ പൈസ കൊടുത്ത് അയാളെ വേണമെങ്കിൽ പറഞ്ഞയക്കാം. അത് ഹദീസിൽ അങ്ങനെ പഠിപ്പിക്കപ്പെട്ടു. അത് മരണശേഷവും അങ്ങനെ തന്നെ പറ്റുന്നു എന്നർത്ഥം. അത് നബിയിൽ നിന്ന് പ്രത്യേകിച്ച് അധ്യാപനം ആവശ്യം വന്നതുകൊണ്ട് അത് എന്താണ് മാതൃകയാണ്. അപ്പൊ അതിനർത്ഥം പറഞ്ഞ ഇബാദത്തിന്റെ വിഷയത്തിൽ എന്താണോ പഠിപ്പിക്കപ്പെട്ടത് അത് ചെയ്യാം. ഹജ്ജിന്റെ വിഷയത്തിൽ പഠിപ്പിക്കപ്പെട്ടു, സദഖയുടെ വിഷയത്തിൽ പഠിപ്പിക്കപ്പെട്ടു, ദുആയുടെ വിഷയത്തിൽ പഠിപ്പിക്കപ്പെട്ടു. അപ്പൊ ഏത് പഠിപ്പിക്കപ്പെട്ടോ അവിടെ നമുക്ക് നിൽക്കണം. അതിലേക്ക് മറ്റൊന്ന് കമ്പയർ ചെയ്യാൻ പറ്റുമോ? അത് പറ്റില്ല. ഇബാദത്തിൽ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല, ഖിയാസാക്കാൻ പറ്റില്ല. എന്താണോ പഠിപ്പിക്കപ്പെട്ടത് അത് മാത്രം ചെയ്യുകയാണ് ഇബാദത്തിന്റെ മാതൃക. അവിടെ ഹജ്ജ് വിഷയത്തിലേക്ക് പ്രത്യേകം പറഞ്ഞു, സദഖയിൽ പ്രത്യേകം പറഞ്ഞു, ദുആയിൽ പ്രത്യേകം പറഞ്ഞു. അതുകൊണ്ട് അത് ഇസ്ലാം അംഗീകരിച്ചതാണ്. ഖിറാഅത്ത് വിഷയത്തിൽ പറഞ്ഞില്ല, അതേപോലെ സ്വലാത്ത് ചൊല്ലി പ്രത്യേക വിഷയം പറഞ്ഞില്ല. അതുകൊണ്ട് അത് മറ്റേമക്ക് കമ്പയർ ചെയ്തിട്ട് അതുണ്ടെങ്കിൽ ഇതുണ്ടാകണ്ടേ എന്നതിന് ഇബാദത്ത് വിഷയത്തിൽ പ്രസക്തി ഇല്ല. അല്ലാഹു ഹജ്ജിന് പോകുന്ന ആളുകൾ വഴിയിലിറങ്ങി കൂട്ടമായി ബാങ്ക് പിടിക്കുന്ന ഒരു ഏർപ്പാട് നമ്മുടെ നാട്ടില് തൊട്ട് മുമ്പത്തെ തലമുറയിലൊക്കെ അത് വ്യാപകമായി ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനാണ്ട് വല്ലാണ്ട് ഇല്ലാതായി പോയിട്ടുണ്ട്. ഇപ്പൊ രണ്ടാമത് ചില സ്ഥലത്തൊക്കെ ചില മൂലന്മാർ അതിങ്ങനെ പൊടി തട്ടി കൊണ്ടുവരുന്നുണ്ട്. പിൽക്കാലക്കാരായ ചില പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ അവർ ഒരു പരാമർശം രേഖപ്പെടുത്തി വെച്ചു എന്നല്ലാതെ പിൽക്കാലത്ത് എഴുതപ്പെട്ട 100-300-400 കൊല്ലം മുമ്പ് എഴുതപ്പെട്ട ഫിഖ്ഹിന്റെ ചില കിതാബുകളൊക്കെ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായമായി അങ്ങനെ ഒരു സംഗതി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നല്ലാതെ അവലംബയോഗ്യമായ തെളിവുകൾ ഉള്ളതായി അവർ തന്നെയും അതിന്റെ ഗ്രന്ഥങ്ങളിൽ അതിന് കൊടുത്തതായി അന്വേഷിച്ചപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പലരോടും ആ വിഷയത്തിൽ അങ്ങനെയൊക്കെ ചോദിക്കും. അവരാരും അങ്ങനെ തെളിവ് അതിന് ഇന്ന സംഭവമുണ്ട്, നബിയുടെ മാതൃകയുണ്ട് എന്ന് പറഞ്ഞ ഒരു മാതൃക അതിനൊക്കെ കാണാൻ സാധിക്കുന്നുമില്ല. അതുകൊണ്ട് നമുക്കതൊരിക്കലും അത് അഭികാമ്യമല്ല. അങ്ങനെ സുന്നത്തില്ല. സുന്നത്താണ് എന്നതൊക്കെ ചെയ്യുന്നതെങ്കിൽ അത് വിജയത്തായി മാറുകയും ചെയ്യും. അല്ലാഹു ഇസ്ലാമികമായിട്ട് നമുക്ക് ഭക്ഷ്യവസ്തുക്കളായിട്ട് അറുത്ത് കഴിക്കാൻ വേണ്ടി അനുവദിച്ചിട്ടുള്ള മൃഗങ്ങൾ പക്ഷിമൃഗാദികൾ, ഇവിടെ ഈ മലവും മൂത്രവും നജസല്ല എന്ന് പറയുന്നത് ഇസ്ലാമികമായിട്ട് അനുവദനീയമാണ്. ഏതില് നമ്മൾ ഈ അറുത്ത് കഴിയുമ്പോൾ പ്രബലാഭിപ്രായം അങ്ങനെയാണ്. വ്യത്യാസം കൊണ്ട് നമുക്കിതുണ്ട്. പ്രബലാഭിപ്രായം തിന്നപ്പെടുന്ന ജീവികൾ അവയുടെ മലമൂത്രത്തെക്കുറിച്ച് പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് നജസാണെന്ന് പറയാൻ പറ്റുമോ? അതല്ല, അത് നജസല്ല എന്ന് പക്ഷം, രണ്ട് പക്ഷം അതിലുണ്ട്. അതിൽ ഫിഖ്ഹ് പണ്ഡിതന്മാർ പലപ്പോഴും സ്വീകരിച്ച നയം അതാണ്. ഭക്ഷിക്കപ്പെടുന്ന മൃഗങ്ങൾ അവയുടെ മലവും മൂത്രവും അത് നജസല്ല. നജസാണെന്ന് പറഞ്ഞാലും മറ്റുള്ളവർ പറയുന്ന പോലെ അതിനെക്കുറിച്ച് അത്ര ഗൗരവത്തിനെ കുറിച്ച് പരാമർശിച്ച് കാണുന്നില്ല. അതിൽ ഒരു ചർച്ച ഫിഖ്ഹിലൊക്കെ കാണുന്നു. അല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും. എന്റെ പേര് ജാഫർ എന്നാണ്. ഇവിടെ അടുത്ത് തന്നെ വീട്. പ്രിയപ്പെട്ട ഉസ്താദിനോട് ചോദിക്കാനുള്ളത് ചോദ്യമല്ല, പക്ഷെ എന്റെ ഒരു സംശയത്തിന്റെ ഭാഗമായിട്ട് ചോദിക്കാൻ. കാരണം എന്താ വെച്ചാല് ഉസ്താദിവിടെ പ്രസംഗിച്ചപ്പോ പറഞ്ഞു പണ്ഡിതന്മാർക്ക് തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, ഷാഫി മദ്ഹബിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, പിന്നെ പല മദ്ഹബുകളിലും അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞു. അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യത്തെക്കുറിച്ച് അത് ശരിയാണ് അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് ഒരിക്കൽ പോലും നമുക്ക് പറയാൻ കഴിയോ എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന്, പ്രിയപ്പെട്ട ഉസ്താദ് പറഞ്ഞു, ഞാനൊരിക്കൽ പോലും ഞാനൊരു സംഘടനയുടെ ആളായിട്ടല്ല ചോദിച്ചത്, സംഘടനയല്ല, ഞാനൊരു മുഅ്മിനാണ്, ഒരു മുസൽമാനാണ്. നിങ്ങൾ പോയിട്ട് തെളിവ് കൊണ്ടുവരൂ, നിങ്ങൾ ഉസ്താദിനോട് ചോദിച്ചു നോക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആരോടും ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ തെളിവ് കൊണ്ടുവന്ന് അല്ലെങ്കിൽ ആരോടും ചോദിച്ച് അതിനേക്കാൾ ഏറ്റവും നല്ലത് ദീന് പഠിക്കുവാൻ നമുക്ക് എല്ലാവർക്കും താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ഒരുപാട് മുജാഹിദ് പ്രവർത്തകന്മാർ എല്ലാവരും നിഷ്കളങ്കരായ ആളുകളാണ്. നിങ്ങൾ നിങ്ങൾ പ്രസംഗിക്കാൻ വന്ന നിങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ നാട്ടുകാരായ ആളുകൾ മുഴുവൻ ആളുകളും വളരെ ആത്മാർത്ഥമായിട്ട് വന്നിരിക്കുന്ന ആളുകളാണ്, ദീന് പഠിക്കണമെന്നുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ സുന്നി പക്ഷത്തുള്ള പണ്ഡിതന്മാരെയും അതേപോലെ മുജാഹിദ് പക്ഷത്തുള്ള പണ്ഡിതന്മാരെയും വിളിച്ചിരുത്തിയിട്ട് ഒരു അടഞ്ഞ റൂമിൽ ഇരുന്ന് ഒരു സംസാരം നടത്തുകയാണെങ്കിൽ ഇതെല്ലാം ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് നിങ്ങൾ ഇതിന് തെളിവുണ്ടോ അല്ലെങ്കിൽ അതിന് തെളിവുണ്ടോ, എന്താണ് ഹദീസ്, അത് വഹീഫല്ലേ, അല്ലെങ്കിൽ അത് പ്രബലമായതാണോ എന്നൊക്കെ പറയുമ്പോൾ ഈ സാധാരണക്കാരായ ഞങ്ങൾക്കത് തിരിയണമെന്നില്ല. പിന്നെ ഉസ്താദ് പറഞ്ഞു നബിദിനത്തിന് തെളിവാണ്,
അപ്പൊ നമ്മൾ ചോദിക്കും സമ്മേളനങ്ങൾക്ക് എന്താ തെളിവ്, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് സമ്മേളനങ്ങൾ നമ്മൾ നടത്തുന്നില്ലേ, അതിന് പ്രവാചകന്റെ കാലഘട്ടത്തിൽ തെളിവുണ്ടോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ നേരത്തെ തന്നെ ഉസ്താവ് കുറച്ച് മുമ്പ് ഉസ്താവ് പറഞ്ഞു ദീനിന്റെ കാര്യം പ്രവാചകന്റെ ലൈഫ് സ്റ്റൈലും ബന്ധമില്ല, ലൈഫ് സ്റ്റൈൽ വേറെ ദീനിന്റെ കാര്യം വേറെ. ലൈഫ് സ്റ്റൈലിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ അത് പിന്നെ ദീനിന്റെ കാര്യം സെപ്പറേറ്റ് ആയിട്ട് പിന്നെ എന്താ പറയാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ളത് ഒരു പ്രവാചകന്റെ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കൊന്നും അത് പ്രവാചകനുമായി ബന്ധപ്പെട്ടതാണ്, അത് അങ്ങനെ തന്നെ പോട്ടെ എന്ന്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് എന്നെ പോലല്ല, കാരണം ഞാൻ ഒരു സാധാരണക്കാരൻ മനുഷ്യനാണ്, ഈ പഠിക്കാത്ത ഒരാളാണ്. ഞങ്ങൾക്ക് ഒരുപാട് എന്താ പറയാ തെറ്റിദ്ധാരണ വരികയാണ് ഇസ്ലാമിൽ എന്താ പറയാ ഭൗതികമെന്നും അല്ലെങ്കിൽ ഇസ്ലാമിക് ദീനെന്നും അല്ലെങ്കിൽ എന്താ പറയാ ജീവിതത്തിന്റെ വേറെ രീതി എന്നൊക്കെ പറയുമ്പോൾ ഞാനൊക്കെ മനസ്സിലാക്കിയത് ഇസ്ലാം എന്ന ഹിക്കാമത്തു ദീനിന്റെ സംസ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഈ ജീവിതത്തിന്റെ ഒന്നാണ്, അല്ലെങ്കിൽ എന്താ പറയാ മനുഷ്യന്റെ ജീവിത വ്യവഹാരവുമായി ബന്ധപ്പെട്ട എല്ലാ കാലത്തിലും ഉപയോഗപ്പെടുത്തുന്ന ഒന്നാണ് ദീൻ. അത് ലൈഫിലുണ്ട്, ഈ വിവാഹ ജീവിതത്തിലുണ്ട്, പള്ളിയിൽ പോകുമ്പോണ്ട്, നമ്മൾ പിന്നെ ഇവിടെ വന്നിരിക്കുമ്പോഴൊക്കെ ഉണ്ട്. അല്ലാത്തൊരു ജീവിതത്തെ കുറിച്ച് എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഈ രൂപത്തിലുള്ള ഒരു ചർച്ച ആയിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ റിക്വസ്റ്റ് ചെയ്തിരിക്കുമെന്ന് തോന്നുന്നു. അസ്സലാമു അലൈക്കും. ഈ റിക്വസ്റ്റ് നമ്മൾ രേഖാമൂലം കൊടുത്തതാണ്. രേഖാമൂലം രേഖാമൂലം എഴുതി ഇവിടുത്തെ മഹല്ല് കമ്മിറ്റിക്ക് അങ്ങോട്ട് കത്തുകൊടുത്താണ്. എവിടെ ഇല്ലാത്ത പതിവാണ്. സാധാരണ ഇങ്ങോട്ട് കത്തുമായിട്ട് പരിപാടി. ഇവിടുത്തെ പ്രവർത്തകന്മാർ വളരെ മാന്യമായി, നല്ല ഭാഷയിൽ വളരെ മാന്യമായി എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ഇവിടുത്തെ മഹല്ല് ഭാരവാഹികൾക്ക് അങ്ങോട്ട് കത്ത് കൊടുക്കുകയും ഒരു മാസത്തോളം അവർ അതിന് മറുപടി, എനിക്ക് തോന്നുന്നത് മെയ് മാസം തുടക്കത്തിലാണ് ആ കത്ത് കൊടുത്തത്. മെയ് 2 3 5 തീയതിയാണ് ആ കത്ത് കൊടുത്തത്. അപ്പൊ ഒരു മാസം 40 ദിവസമായിരിക്കും. അപ്പൊ അങ്ങനെ കാത്തു നിൽക്കുകയും അതിന് പ്രതികരണം ഇല്ലാതിരിക്കുകയും ചെയ്തപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളെങ്കിലും വിശദീകരിക്കാം എന്നെനിക്ക് അറിഞ്ഞത്. അത് താങ്കൾക്ക് ഏറ്റെടുക്കാം. ഞങ്ങൾ 100% സന്തുഷ്ടരാണ്. ഞാൻ പറഞ്ഞോട്ടെ 100% സന്തുഷ്ടരാണ്. 100%. ഞങ്ങൾക്ക് 1-2 കണ്ടീഷൻ മാത്രമേ വെക്കാനുള്ളൂ. ഒന്ന്, ഈ പ്രദേശത്തെ ഈ മഹല്ലിലെ മുഴുവൻ ആളുകൾ, ഈ പ്രദേശത്തെ മുഴുവൻ ആളുകൾ, നിങ്ങൾ ഈ മഹല്ലിൽ മൊത്തം 532 വീടുണ്ട് എന്നാണ് അവിടെ ബോർഡും എഴുതിച്ചിട്ടുള്ളത് പള്ളിയിൽ. ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും സുന്നി മുജാഹിദൊന്നും നമ്മൾ നോക്കണം, എന്തായിക്കോട്ടെ, മുസ്ലിമീങ്ങളായ ഈ മഹല്ലിലെ എല്ലാ മനുഷ്യന്മാരും ഒരുമിച്ച് കൂടുക. പച്ച സ്ഥലത്ത് പള്ളിക്കലായിക്കോട്ടെ, കുഴപ്പമില്ല. ഇവിടുത്തെ മഹല്ല് പള്ളിയിലായിക്കോട്ടെ, പ്രസിഡന്റിന്റെ വീട്ടിലായിക്കോട്ടെ, സെക്രട്ടറിന്റെ വീട്ടിലായിക്കോട്ടെ, എവിടെയാണോ സൗകര്യപ്പെട്ടതെങ്കിൽ ഈ മഹല്ലിലും മദ്രസയിലോ എവിടെയെങ്കിലും സൗകര്യപ്പെട്ട സ്ഥലത്ത് ഈ മഹല്ലിലെ മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടുക. എന്നിട്ട് ഇവിടുത്തെ ഖത്തീബോ ഇവിടുത്തെ ഖാദിയോ ഇവിടുത്തെ മുദരിസോ ഇവിടുത്തെ മദ്രസയിലെ സദറോ ആരാണോ എങ്കിൽ ഒരു 1-2 ആളുകൾ അവരോട് ഇരിക്കട്ടെ. അവരാണോ ഇപ്പൊ ഈ മഹല്ലിൽ ഈ പഠിപ്പിക്കുന്ന ആളുകൾ. ഞങ്ങൾ ആരെങ്കിലും 1-2 ആളുകൾ ഞങ്ങളുണ്ടെന്നോണം. എന്നിട്ട് ഈ പറയപ്പെട്ടതോ അല്ലാത്തതോ ആയ വിഷയങ്ങളിൽ ആ കൂടിയ മനുഷ്യന്മാർക്ക് ആർക്ക് വേണമെങ്കിലും ഈ 2-ൽ ആരോട് വേണമെങ്കിലും ചോദിക്കാനുള്ള ഒരു അവസരം. 2 പണ്ഡിതന്മാരിൽ ആരോടും ആർക്കും ചോദിക്കാം. അപ്പൊ ചോദിച്ചു, വളരെ മാന്യമായി ചോദിക്കുന്നു, അവര് മറുപടി പറയുന്നു. ആ മറുപടി കേട്ട് കഴിയുമ്പോൾ ഇപ്പോഴത്തെ പണ്ഡിതന് വല്ലതും അതിന് കൂട്ടിച്ചേർക്കാനോ ഒരു എഡിറ്റിംഗ് ഉണ്ടോ അവര് പറഞ്ഞോട്ടെ. അല്ലെ ചോദ്യകർത്താവ് തിരിച്ചു കലാവസ്ഥാനം പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റി പറയാനുള്ളത്, ഓക്കെ, അപ്പൊ പറഞ്ഞുകൊടുക്ക. അങ്ങനെ ഈ മഹല്ലിലെ എല്ലാവരും ആണും പെണ്ണും അടക്കം നമ്മൾ മഹല്ല് സംഗമം സമ്മേളനം നടത്തല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അന്ന് ആ കത്ത് അങ്ങനത്തെ പരിപാടി കൊടുത്തത്. കാരണം മഹല്ല് സമ്മേളനം നടക്കുമ്പോൾ അതിൽ തന്നെ അങ്ങനത്തെ രീതി ഉണ്ടാവട്ടെ എന്നതിലേക്ക് കൂടിയാണ് ഇവരാ കത്ത് കൊടുത്തത്. അപ്പൊ അതിൽ ഏതായാലും കഴിയില്ലാന്ന് പറഞ്ഞായിക്കോട്ടെ, ഇനിയും അത് പറ്റും. ഞങ്ങൾക്ക് 100% സന്തോഷമാണ്. ഈ ഒരു വിഷയം പ്രത്യേകം എടുത്തിട്ടാണോ ഇൻഷാല്ലാ അതുമാകാം. ഒരു വിഷയം പ്രത്യേകം എടുത്ത് അന്ന് ആ വിഷയത്തെ ആദ്യം വെക്കുക, അത് കഴിഞ്ഞ് അടുത്ത ഒരു ദിവസം നമുക്ക് അപ്പുറത്ത് തീരുമാനിക്കാം, അന്ന് 2ാമത് വിഷയം എടുക്കാം, അത് കഴിഞ്ഞ് 3ാമത് വിഷയം എടുക്കാം. വളരെ മാന്യമായി, നാട്ടിൽ ഒരു പ്രശ്നമില്ലാതെ വളരെ സമാധാന അന്തരീക്ഷത്തിന് മാന്യമായി എല്ലാവരും ആ കണ്ടീഷനാണ്. മറ്റൊന്നിപ്പോ സാധാരണ ഈ സംവാദങ്ങളുടെ വേറെ ടൈപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം, തിരുവേ പോവുക, ഓടിച്ചോടി എടുക്കുക, ഒരു 10 ആള് ലോട്ടറി വയ്ക്കുക, ഒരു 15 ആള് ഇരയും കോളേജിൽ നിന്ന് പക്ഷെ കുട്ടാതെ ഇറക്കിക്കൊണ്ടിരിക്കുക, എന്നിട്ട് ഒരു അതിനപ്പുറത്ത് ഈ മഹല്ലിലെ മുഴുവൻ മനുഷ്യന്മാരും ആണും പെണ്ണും എല്ലാവരും മഹല്ല് കമ്മിറ്റി വിളിച്ചവരൊക്കെ വരുമല്ലോ, എല്ലാവരും വിളിച്ച് എല്ലാവരും കൂടാൻ പറ്റുന്ന സുന്നി മദ്രസയിലായിക്കോട്ടെ, സുന്നി പള്ളിയിലായിക്കോട്ടെ, അവിടെ ഇരുന്ന് ഞങ്ങൾ അതിലേക്ക് വരാൻ തയ്യാറാണ്. അതേപോലെ ഇവിടുത്തെ ഖത്തീബോ ഇവിടുത്തെ ഖാദിയോ ഇവിടുത്തെ മുദരിസോ ഇവിടുത്തെ സദറോ ആരാണോ എങ്കിൽ പോലും വരട്ടെ.
എന്നിട്ട് ഈ നാട്ടുകാർ ചോദിക്കട്ടെ ആരോട് വേണം അങ്ങനെ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ നടത്തുക. ഇനി അന്ന് തീർന്നില്ലേ രണ്ടാമത്തെ സമയം അപ്പത്തന്നെ തീരുമാനിക്കാം, നമുക്ക് ബാക്കി എല്ലാ സംഭവിക്കാം തീരുമാനിക്കാം. ഇനി അതുമായി ബന്ധപ്പെട്ട ചെലവുകളുണ്ടോ നമുക്ക് വേണേൽ എല്ലാവർക്കും ഓടിച്ചെടുക്കാം. അങ്ങനെ ഒരു തലത്തിലേക്ക് താങ്കൾ അത് ഏറ്റെടുത്തുകൊള്ളുക. ഇൻഷാ അല്ലാഹ് വ്യക്തിപരമായിട്ട് ഞാനത് ഏറ്റെടുക്കുന്നു. ഇവരോടൊന്നും കൂടി ആലോചിച്ചിട്ടല്ല, എന്നാലും പോയിക്കൊന്നും തടസ്സം ഉണ്ടാവില്ല. ഒക്കെ റെഡിയാണ് ആവാം. പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞു മഹല്ല് കമ്മിറ്റിക്ക് കത്ത് കൊടുത്തു എന്ന് പറഞ്ഞു. ശരിക്ക് ഞാൻ മഹല്ല് കമ്മിറ്റിന്റെ പ്രതിനിധിയായിട്ടല്ല ചോദിക്കുന്നത്. സാധാരണക്കാരനായ ഒരു ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരാളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ പിന്നെ മഹല്ല് കമ്മിറ്റിയുമായിട്ടാണ് സംവദിക്കുന്നതെങ്കിൽ ഈ ചോദ്യത്തിന് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിന് ശരിയുണ്ട്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞങ്ങളുടെ ഈ മഹല്ലിൽ 500 ചില്ലാനം വീടുകളുണ്ട്. ഇവിടെ ഒരുപാട് അവാന്തര വിഭാഗങ്ങൾ കൂടുതലില്ലെങ്കിൽ പോലും എല്ലാവരുമുണ്ട്. ഇവിടെ സ്നേഹത്തിലും ഐക്യത്തിലൊക്കെ പോകുന്ന മഹല്ലാണ്. മഹല്ല് കമ്മിറ്റി അങ്ങനെ ഒരു പരിപാടിക്ക് നേതൃത്വം കൊടുത്ത് ചെയ്യുന്നത് രീതിയല്ല. ഇവിടെ ISM ഉണ്ട്, അതേപോലെ MSM ഉണ്ട്, അതേപോലെ നിങ്ങളാണ് കത്ത് കൊടുത്തിട്ടുള്ളതും. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇവിടെ സുന്നിയുമായി ബന്ധപ്പെട്ട ഒരുപാട് SYSഉം SSF SKSF ഒക്കെ ഉണ്ടല്ലോ, അവരുമായി ബന്ധപ്പെട്ടുകൂടാ? എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഞാനും മജീദ് സാഹിബും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോ ഇവിടെയുള്ള സുന്നി സംഘടനയുമായിട്ട് ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനം ബന്ധപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സുന്നികൾ ഇത് വെക്കാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്ത് ഒരു ദിവസം ഡേറ്റ് ഫിക്സ് ചെയ്ത് ആളെ വരെ ഏൽപ്പിക്കുകയും റഷീദ് സാഹിബിന്റെ വീട്ടിൽ വെച്ചിട്ട് നടത്താൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തതാണ്. പിന്നെ ആ സമയമായപ്പോൾ അദ്ദേഹത്തിന് മുജാഹിദ് പക്ഷത്തുള്ള ആൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. എന്നോട് പറഞ്ഞത് ഒരു സുന്നി ഇവിടുത്തെ ഒരു പ്രവർത്തനാണ്. അത് ആ സംഭവം അപ്പൊ എന്റെ കൂടെ തന്നെ മജീദ് സാഹിബിനോടും കൂടി ഷെയർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാവുന്ന സംഭവമാണ്. അതുകൊണ്ട് അങ്ങനെ സംഭവം ഉണ്ടായി പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല. മഹല്ല് കമ്മിറ്റി ഇങ്ങനെ ഒരു എവിടെയില്ല ഇങ്ങനെ ഒരു സംഭവം കീഴ്വഴക്കം എന്നുള്ളത്, ഈ സംവാദങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ളത്. ഇവിടെ ഇവിടെ അവാന്തരമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്. MSM ഉണ്ട്, SYS ഉണ്ട്, SSF ഉണ്ട്, SSF ഇല്ലാന്ന് തോന്നുന്നു, SKSF ഒക്കെ ഉണ്ട്. അവരുമായി നിങ്ങൾ ബന്ധപ്പെട്ടത് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് കേൾക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി തരണം. അത് നിങ്ങൾ എത്തിയെടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് പ്രസംഗിക്കൽ മാത്രമല്ലല്ലോ സംഘടനാ പ്രവർത്തനം നടന്നു. നിങ്ങളാണ് പറഞ്ഞത് കണ്ടുട്ടുമ്പോൾ ചർച്ച വേണം. ഞാനത് പറഞ്ഞല്ലോ. നിങ്ങൾ പറയുമ്പോൾ ഓർമ്മ വേണം നിങ്ങൾ മയലിന്റെ ആളല്ല എന്നുള്ളത്. നമ്മളെ സമയം വിലപ്പെട്ടതാണ്. നിങ്ങളാണ് മൈക്കെടുത്ത് 10 വയസ്സായിട്ട് എന്ത് പറഞ്ഞത്? ഇവിടെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, കണ്ടുട്ടിനൊപ്പം വരണം. അപ്പോഴാണ് ഞാൻ എന്ത് പറഞ്ഞത്? ഞങ്ങൾ ആ പണി ആദ്യം ചെയ്തിട്ടുണ്ട്, കത്ത് കൊടുത്തിട്ടുണ്ട്. SSF നിൽക്കാൻ നമുക്ക് ഒഴിവില്ല, അതിന് ഒഴിവ് ഞങ്ങളില്ല. ഞങ്ങളില്ല. കാരണം എന്തുകൊണ്ട് വെച്ചാല് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ SYS ആണെങ്കിൽ AP ഉണ്ട്, EK ഉണ്ട്. AP കഴിച്ചാൽ മറ്റൊരാൾ AP ഞങ്ങളറിയാം, EK ഞങ്ങളറിയാം. ഈ ISM ആയാലും ആ ഫീൽഡിൽ പലരും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ആ വക ഒരു വേർത്തിനും വേണ്ട. മുജാഹിദും സുന്നിയും വേർത്തിനും വരാൻ പറഞ്ഞത് ഇവിടെ 530 വീട്ടിലും കൂടിക്കോട്ടെ, ഞങ്ങൾക്ക് 4 മുജാഹിദേ ഉണ്ടാവുള്ളൂ, ബാക്കി 450 സുന്നി ഉണ്ടാവും. ആയിക്കോട്ടെ, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. എല്ലാവരും കൂട്ടം അങ്ങനത്തെ വ്യത്യാസമേ വേണ്ട. ഇപ്പൊ സുന്നി മുജാഹിദ് അങ്ങനത്തെ എണ്ണം കണക്കാക്കണ്ട. നിങ്ങളെ ഇമ്പാള് ഞങ്ങളെ ഇമ്പാള് വേണ്ട, അതൊന്നും വേണ്ട. ഈ മഹലിലെ 532 വീട്ടുകാരെയും മഹല്ല് കമ്മിറ്റി അറിയിക്കട്ടെ, എന്നിട്ട് പോലെ വിളിക്കട്ടെ. ഇവിടുത്തെ ആരാണോ ഖതീബോ ഖാദിയോ മുദരിസോ ആരാണോ അവർ നിശ്ചയിക്കട്ടെ, ഞങ്ങൾ തയ്യാറാണ്. എന്റെ മഹല്ല് കമ്മിറ്റിക്ക് പറ്റുകയാണെങ്കിൽ അത് എന്തിനായ അത് എവിടെയാണ് ശരിയൊന്നല്ല. എത്രയോ കത്ത് നിങ്ങൾ എന്റെ വീട്ടിൽ വേണമെങ്കിൽ പല മഹല്ല് കമ്മിറ്റികളും തന്ന കത്തിന്റെ കോപ്പി ഞങ്ങൾ തരാം. ഇതേപോലെ ചർച്ചയ്ക്ക് വന്നത് അവസാനം വെച്ച് പിന്നെ മുട്ടിപ്പോവുക ചെയ്തത്. എന്തെങ്കിലും കാരണം പറഞ്ഞ് എവിടെയെങ്കിലും വെച്ച് അതാണ് നടക്കാതെ പോയി എന്നല്ലാതെ. അല്ലാതെ നിങ്ങൾ വേച്ചമ്മ എല്ലോട്ടും ISM MSM തമ്മിലൊന്നുമല്ല നടത്തിയിരുന്നത്. ഇനി SSFും ISM തമ്മിലാണെങ്കിൽ അത് തമ്മിൽ നടത്തിയ സംവാദങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഏത് വിഷയത്തിലുണ്ട്. ശരീരാഘോഷം വേണോ അതിൽ ശരിയുണ്ട്. തറാവീഹ് വിഷയം വേണോ അതിൽ ഒന്നിച്ചിരുന്ന് വളർത്ത് നടത്തുക, അതും മഹൽ തന്നെയാണ്. അതൊന്നുമില്ല. പുത്തമ്പള്ളിക്കടുത്ത് പാടൂർ എന്ന പ്രദേശത്ത് വെച്ച് മഹലിന്റെ പ്രധാനപ്പെട്ട ഖതീബും ഖാദിയും അടക്കം വന്നിരുന്നിട്ട് അവിടെ ഒരു ഉമർക്ക എന്ന് പറഞ്ഞ ആളെ വീട്ടിലിരുന്നിട്ട് അയാളെ കുടുംബങ്ങളും അതേപോലെ പ്രധാനപ്പെട്ട വ്യക്തികളും ഒരു 10, 50, 100 ആള് പങ്കെടുത്ത ആണും പെണ്ണും അടക്കം ഒന്നിച്ചിരുന്നിട്ട് പള്ളിക്കലെ ഖതീബും ഖാദിയും വന്നിരുന്ന് ഞങ്ങളൊക്കെ അവിടെ പോയി അവിടെ വെച്ച് വളരെ മാന്യമായി തറാവീഹ് വിഷയത്തിന് ചർച്ച നടത്തി തീരുണ്ട്. 2-3 കൊല്ലം മുമ്പാണ്. പിന്നെ തൗഹീദ് വിഷയമാണോ ഒരുപാട് സംവാദം നടന്നിട്ടുണ്ട്. സ്ത്രീകളെ പള്ളിപ്രവേശനമാണോ ഒരുപാട് സംവാദം നടന്നിട്ടുണ്ട്.
നബിദിനാഘോഷമാണോ മാലമൂലൂതാണോ വല്ലപ്പുഴ വെച്ച് നല്ല ഇത് ചർച്ചകളുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അപ്പൊ ആ സീനൊക്കെ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഇവിടെ ഇനി നമുക്ക് ആവശ്യം അതിന്റെ ഒരു ഫോട്ടോഷാറ്റ് ഇനി ഉണ്ടാകുന്നില്ല. ഞാൻ സീൻ ഉണ്ടാകാൻ മതിയല്ലോ. അതിങ്ങൾ പറഞ്ഞാൽ മതി, അതിങ്ങൾ പറഞ്ഞാൽ മതി, നാട്ടിലെ വിഷയങ്ങൾ പറഞ്ഞാൽ മതി. അതായത് ഈ ആ സീഡിൽ നമ്മൾ എന്ത് ചെയ്യാം, നാട്ടില് എല്ലാം വേണ്ട എസ്എസിന്റെയും ISMന്റെയും കൂടി ചെലവ് എന്ത് ചെയ്യാം, നമ്മൾ ആ സീഡ് പ്രദർശിപ്പിക്കാം, ആ സീഡ് കൊണ്ട് പ്രദർശിപ്പിക്കാം. അതിന് വന്നപ്പോ എന്താണോ മുജാഹിദ് പണ്ഡിതന്മാരെ പറഞ്ഞത് അതിനെ നമുക്ക് എപ്പോഴും പറയാനുള്ളൂ, സുന്നിയാക്കോട്ട് പറയാനുള്ളൂ. നമ്മൾ ഒന്നിച്ചെന്നിട്ട് ആ സീഡ് എൽസിൽ ഇഷ്ടപ്പെടുന്ന നാട്ടിൽ പ്രദർശിപ്പിക്കാം, എല്ലാവരും കണ്ടോട്ടെ. സുന്നിയാർക്ക് സീഡ് മതി, നമ്മൾക്ക് ഇത് വേണമെന്നില്ല. സുന്നിയാർക്ക് ഇപ്പൊ മംഗലാപുരം സംവാദം അവസാനം നടന്ന സംവാദമാണ്. നിങ്ങൾ പിന്നെ ഏതാ? മഹല്ലും അല്ല സുന്നിയല്ല, നിങ്ങൾ ഏതാ? ഇന്ന് വൃത്തൊന്നുമില്ല. എന്നാ പിന്നെ ഞാനും നിങ്ങളും ആക്കേണ്ടി വരും. അപ്പൊ ഞാനും നിങ്ങളാക്കണം. സുഹൃത്തെ ശരി വിട്ടാളി, നമ്മളതിന് സമയം കളയണ്ട. ഇവിടെ കുഴപ്പമില്ല, ആയിക്കോട്ടെ ജോലി ഇല്ല, ഇങ്ങനൊരു മിനിറ്റ് വേണ്ട. ഇവിടെ നല്ലതൊക്കെ ദീനം ചോദിക്കാൻ മനുഷ്യന്മാരുണ്ട്, ഒരു ചോദിച്ചോട്ടെ. നിങ്ങൾക്ക് മഹല്ലും ഇല്ല സുന്നിയില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞാൽ എന്താ? തൊട്ട് മുമ്പ് പറഞ്ഞാൽ എന്താ? ഇവിടെ സുഹൃത്തിന്റെ കേസപ്പെട്ട ഇപ്പൊ പറഞ്ഞതോ അത് സുന്നിയാക്കാൻ ഞങ്ങൾക്ക് എന്താണ്? അപ്പൊ നിങ്ങൾ പ്രൊപ്പോസൽ ഉണ്ടാക്കാൻ വന്ന അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞത് ഞങ്ങളില്ലാന്ന്? അതിനകത്ത് പറഞ്ഞില്ലേ, അതിനകത്ത് ഞങ്ങളില്ലാന്ന്. ഓരേക്ക് ഇഷ്ടം പോലെ നടത്തി, അവരേക്ക് ചുരുങ്ങിയൊരു ഡസൻ നടത്തിയിട്ടുണ്ട്. ഒരു ഡസൻ. നിങ്ങളോട് എന്താ പറഞ്ഞത്? ഓരോക്കിക്കോട്ടെ, നമ്മളത് വേണ്ട. SSFക്ക് സ്വീകരിച്ചോട്ടെ, ഞങ്ങൾക്ക് തർക്കമില്ല, ഞങ്ങൾക്ക് പ്രശ്നമില്ല. ആയിക്കോട്ടെ, ഓരോ തട്ടിപ്പ അത് നിവൃത്തില്ല. അത് സർക്കാർ പറയാണ്. നിങ്ങൾ മാന്യമായി ചോദിക്കാതെ ചോദിച്ചോളി. ഇവിടെ ദീനിയായി പഠിക്കാൻ വന്ന മനുഷ്യന്മാരാണ്, പോയി ചോദിച്ചോട്ടെ. അടുത്ത ചോദിച്ചു. തറാവിന്റെ ഒരു ചോദ്യമാണ്. നമ്മൾ പള്ളിയിൽ ജമാഅത്തായിട്ട് തറാവി നിസ്കരിക്കുമ്പോൾ പള്ളിന്റെ പടിഞ്ഞാറ് ഭാഗത്ത്, അതായത് പള്ളിന്റെ മുൻഭാഗത്ത് ഇമാമിന്റെ മുന്നായിക്കൊണ്ട് വീടുകളിൽ സ്ത്രീകൾ ഈ ലൗഡ് സ്പീക്കർ കൂടെ ഈ തറാവി നിസ്കാരത്തിന്റെ കേട്ടിട്ട് നിസ്കരിക്കുന്നതോട് തെറ്റുണ്ടോ? ഒന്ന് ഞങ്ങളോട് ഒരുമിച്ചാണ് ചോദിച്ചിട്ട് തിരിച്ചായിരിക്കാം. അതുകൊണ്ട് ഹക്കീക്കുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഈ ബലിമൃഗം ചിലർക്കിപ്പോ 1, അത് കഴിഞ്ഞ് 2, ചിലർക്ക് ഒരാടും പിന്നെ 2 പോത്തും, ആ രീതിയിൽ നടക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നത് തെറ്റാണോ? തെറ്റാണെങ്കിൽ അത്തരം സദസ്സുകൾ പോയി പങ്കെടുക്കുന്നത് തെറ്റാണ്. മൂന്നാമത്തെ ഒരു ചോദ്യം ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ്. ഭവനം മാത്രമല്ല, കെട്ടിടമായാലും പള്ളി ആയാലും ഒക്കെ. ഇപ്പൊ നമ്മള് ചിലൊക്കെ കയറി കഴിഞ്ഞാൽ ഒരു കല്ലിടാനൊരു മിലേര് വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ആശേരി വരും, അല്ലെങ്കിൽ ഒരു കുറുപ്പ് വരും, അല്ലെങ്കിൽ ഒരു പണിക്കറാവും വരും. അതൊക്കെ വരലൊക്കെ മുസ്ലിങ്ങളെ വീട്ടിൽ തന്നെ ആക്കാം. ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് അവിടുത്തെ നമ്മുടെ ആളുകളെ വീട്ടിൽ തന്നെ വരാറും. ഇതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളായതുകൊണ്ടാണ് ഞാനത് ചോദിക്കുന്നത്. അപ്പൊ അധികം വടക്ക് പടിഞ്ഞാറ് മൂലയിലാണ് അത്. ആ മൂലക്കൊരു പേരുണ്ട്, കന്നിമൂല. ഈ കന്നി എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ അർത്ഥം ചെയ്യുന്നവർക്ക് അറിയില്ല. പക്ഷെ അതുമായി ആ കച്ചിശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് കന്നിദേവൻ ഇരിക്കുന്നത് മൂലയാണത്, വടക്ക് പടിഞ്ഞാറ് മൂല. അവിടെ വെച്ചിട്ടാണ് ആ കല്ല് കർമ്മം തുടങ്ങിയിട്ടാണ് ചെയ്യാറ്. ഇതുമായി ബന്ധപ്പെട്ട് ദീനിലുള്ള അല്ലെങ്കിൽ ഭവന നിർമ്മാണത്തിൽ ഏതെങ്കിലും പ്രത്യേകിച്ചൊരു മൂലമുണ്ടോ? അത് ഏതാണ്? ദീനിൽ പ്രബലമായ വല്ല തെളിവുണ്ടോ? അതോ നമുക്ക് മനസ്സികാന്തത്തെ എതിർക്കാൻ പറ്റുമോ? 3 കാര്യമാണ് ചോദിച്ചത്. ഒന്ന്, പള്ളിയിൽ തറാവീഹ് നടക്കുമ്പോൾ ആ ഇമാമിനെ പിന്തുടർന്ന് ആ ഖിറാഅത്ത് കേട്ട് സ്ത്രീകൾ തുടരുന്നുണ്ട്. ഇമാമിനെ പിന്തുടർന്ന് നിസ്കരിക്കുന്നതെങ്കിൽ ഇമാമിനേക്കാൾ മുൻകടക്കാൻ പാടില്ല. അതുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്ത് ഇമാമിന്റെ മുമ്പിലാണ് അവ നിൽക്കുന്നതെങ്കിൽ അത് തുടർച്ചയെ ബാധിക്കും. അത് ശരിയല്ല. ഇമാമിനേക്കാൾ പിറകിലാണ് മഅ്മൂമിങ്ങൾ എപ്പോഴും ഉണ്ടാവേണ്ടത്. നമ്മളൊക്കെ സാധാരണ മഹല്ല പള്ളിയിലടക്കം